ഹായ് ഗൈസ് 2022 ICT യൂട്യൂബ് മെന്റർഷിപ്പിന്റെ മലയാളം വേർഷനാണ് ഇനി അങ്ങോട്ടേക്കുള്ള സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാകാം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി സെൽ സൈഡ് ലിക്വിഡിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂയോർക്കിലെ സ്പെസിഫിക് ആയ ടൈം പീരീഡിലെ എൻട്രി മെത്തേഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡർ ഫ്ലോയെ കുറിച്ചിട്ടും അതേപോലെ എൻട്രി മെത്തേഡിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ബൈ സൈഡ് ആൻഡ് സെൽ സൈഡ് എടുത്തതിന് ശേഷം പ്യുവർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും ICTയെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും ICTയെ കുറിച്ചിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 36 വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും അതേപോലെ ബ്രോക്കർസിനെ കുറിച്ചിട്ടും ICTയെ കുറിച്ചെല്ലാം ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രി മോഡലിനെ കുറിച്ചിട്ടും എക്സാമ്പിളിനെ കുറിച്ചിട്ടും അതേപോലെ ലൈവ് ആയിട്ടുള്ള ട്രേഡ് റെക്കോർഡ്സിനെ കുറിച്ചുള്ള നമ്മൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാൻ പോകുന്നുണ്ട്. അതേപോലെ ഞാനിവിടെ ഷോ ചെയ്യുന്ന ചാർട്ട്സും വീഡിയോസ് എല്ലാം ICT നമ്മൾ പഠിപ്പിച്ചിരുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മോഡൽസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അതേപോലെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്യൂർ ആയിട്ട് മനസ്സിലാക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈമിനെ കുറിച്ച് സംസാരിച്ചു, ബൈ സൈഡ് ആൻഡ് സെൽ സൈഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള ഒരു ഐഡിയാസും കാര്യങ്ങളും നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഇവിടെ നമ്മൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ്സിൽ എങ്ങനെയാണ് ഇവിടെ MSS ക്രിയേറ്റ് ആയിട്ടുള്ളത്, അതേപോലെ ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ഫ്ലോയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ട്രേഡ് എടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാറ്റേൺ ബേസിൽ ICT നമ്മളോട് പറയുന്നത് പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ ട്രെൻഡ് ലൈന് അതേപോലെ സപ്പോർട്ടർ റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ റീഡ് ചെയ്തിട്ടുള്ള മൊമെന്റം ട്രേഡിങ് പോലുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ പ്യൂർലി നോക്കുന്നുണ്ടാകുക ഒരു സ്മാർട്ട് മണി എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റിൽ ഉണ്ടാകുന്ന വോളിയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വോളിയം റീറ്റെയിലേഴ്സ് ക്രിയേറ്റ് ആകുന്ന സ്പെക്കുലേറ്റീവ് അൺഇൻഫോംഡ് ആയിട്ടുള്ള മണിയാണ്. ഇതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാകുക, ഒരുപാട് ആൾക്കാർ പല രീതിയിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ വെച്ചാൽ സപ്പോർട്ടർ റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് അതേപോലെ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് ICT SMC അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ലിക്വിഡിറ്റി മാർക്കറ്റിലുണ്ട് അല്ലേ. ഇതെല്ലാം അൺഇൻഫോംഡ് ആയിട്ടുള്ള മണിയാണ്. സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ്, അതായത് പല ആൾക്കാരും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഞാൻ എൻട്രി എടുത്തു അതിന് ശേഷം സ്റ്റോപ്പ് ലോസ് അടിച്ചു അതിന് ശേഷമാണ് എൻ്റെ ഡയറക്ഷനിലേക്ക് പോയിട്ടുള്ളത്, അതേപോലെ എടുത്ത സമയത്ത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്, മിക്കവാറും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നതെല്ലാം കോമൺ ആയിട്ടുള്ള ഏരിയാസിലാണ്. ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി പൂൾസ് ബേസ് ചെയ്തിട്ടാണ് സ്മാർട്ട് മണി വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബൈ സൈഡ് ആൻഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഈ ഒരു ബ്രേക്ക് ഔട്ട് എടുക്കുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് ആണ് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യുന്നുണ്ടാകുക, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നുണ്ടാകും അല്ലേ. ഇവിടെ സെല് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെല് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നുണ്ട്. എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷനിലേക്ക് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്നുണ്ടാകുക എവിടെയാണ്, സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്നുണ്ടാകുക നമ്മൾ ഈ ഒരു സ്ഥലത്ത് സെല് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് മണി വാങ്ങുകയും അതേപോലെ ബൈ ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് മണി സെല് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ പുള്ളി സംസാരിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ തന്നതേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും റീറ്റെയിൽ മെത്തേഡ്സിൽ കാര്യങ്ങളൊന്നും അല്ല ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലും അൽഗോരിതം ബേസ് ചെയ്തിട്ടുള്ള മോഡലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ICTയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും അല്ലേ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതാണ്, ശരിക്കും പറഞ്ഞാൽ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ പാറ്റേൺ ഈസ് ബേസ്ഡ് ഓൺ എ 3 candlesticks ഫോർമേഷൻ. ഒരു 3 candlesticks ഫോർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുക. എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്ക് പോയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. ഇവിടെ നമുക്ക് പറയുന്നുണ്ട് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഏതൊക്കെ ക്യാൻഡിൽസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ
ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺഫേം ചെയ്യുന്നുണ്ടാകുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയയിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ 3 candle ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സസിലെല്ലാം ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ട്, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും അതേപോലെ തേർഡ് ക്യാൻഡിലെയും വിക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വന്നിട്ട് മിറ്റിഗേറ്റഡ് ആയിരിക്കില്ല. ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോർമേഷനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നെന്ന് പറയുന്നുണ്ടാകുക. ഇങ്ങനെയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ശേഷം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓഫർ ചെയ്യുന്നത് ഒരു സെൽ സൈഡ് പോകാനുള്ള ഒരു എനർജിയാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെ നമുക്ക് നോക്കണം, എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളൊരു ഐഡിയയും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ശേഷമാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുന്നുണ്ടാകുക. അതേപോലെ തന്നെയാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷമായിട്ട് നമ്മൾ എൻട്രി മോഡൽ നോക്കുന്നുണ്ടാകുക. ഓക്കെ, ദ മാർക്കറ്റ് will see price delivery a rally above an old high or a highs then quickly shift low. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ? ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇമീഡിയറ്റ് ആയിട്ട് ഇമ്പൾസീവ് ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഈ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റിനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്നാണ് പറയുന്നുണ്ടാകുക. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് പ്രൈസ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കാം. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് ഇമ്പൾസീവായിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോയെ ഇമ്പൾസീവായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഇയർ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് ഷോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പൾസീവായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് വേണം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു ഇമ്പൾസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വേണം. അതേപോലെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോയും കൂടി ബ്രേക്ക് ചെയ്യണം. അതുകൂടാതെ നമ്മളൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്തായിരിക്കണം നോക്കേണ്ടത്? നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേസ് കിട്ടിയ ലെഗിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഇങ്ങനെ ഒരു ഹൈ പോയിട്ടുണ്ടാവും, ലോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഈ ഒരു സ്വിംഗ് ലോ ടു ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ ഈ ഒരു ഏരിയൻ്റെ ഇടക്കായിട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു സ്വിംഗ് ലോ ടു ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ ഇടയ്ക്കുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബുള്ളിഷ് സിനാരിയോ നോക്കാം. ബുള്ളിഷ് സിനാരിയോയിൽ എങ്ങനെയായിരിക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആകുന്നുണ്ടാകും? പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടാവും. എല്ലാ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത ഒരു ഏരിയ എന്നായിരിക്കണം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കേണ്ടത്. സെൽ സൈഡ് ടേക്കൺ ചെയ്തു, അതേപോലെ തന്നെ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു 3 candle ഫോർമേഷൻ ഉണ്ടാവും. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും ഈ ഒരു വിക്സ് സെൻട്രലിലുള്ള ക്യാൻഡിൽ എന്തായിരിക്കണം? മിറ്റിഗേറ്റ് ചെയ്ത് ഇൻവാലിഡേറ്റ് ചെയ്യരുത്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് പറയുന്നുണ്ടാവുക. പ്രൈസ് വീണ്ടും വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കൂടി നോക്കാം. ബുള്ളി സൈഡിലേക്കുള്ള പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, ഇമ്പൾസീവായിട്ട് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് എൻട്രി എടുക്കാം? പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ ബൈ സൈഡിലേക്കാണ് ഓഫർ ചെയ്യുന്നത് ട്രേഡ്. പ്രൈസ് അപ്പ് സൈഡിലേക്കാണ് ഓഫർ ചെയ്യുന്നുണ്ട്. പ്രൈസ് വീണ്ടും റിട്രേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിംഗ് ഹൈ റീസെൻ്റ് ആയിട്ട് വന്നില്ല സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആകുക. ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയാസിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് നിന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? കണ്ടോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് നമുക്കൊരു MSS ആണ്, ഒരു സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, അതേപോലെ MSS വന്നിട്ടുണ്ട് അല്ലേ? കൺഫേം അല്ലേ? അതിനുശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്കും ഉണ്ട്, അതും ഒരു കൺഫർമേഷൻ ആണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? നെക്സ്റ്റ് ലെവലിലെ ഒരു എക്സ്റ്റേണൽ ലെവലും ഒരു ഇന്റേണൽ ലെവലും നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വരുന്നതാണ്. സെയിം തന്നെയാണ്, സെൽ സൈഡിലേക്കും അപ്പ് സൈഡ് പോകുന്നു, ബൈ സൈഡ് എടുക്കുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നുണ്ടാകുക. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകാം. അതേപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു FEGയും അതേപോലെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഏത് ടൈമിന് ശേഷമായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 8:30 ശേഷമായിരിക്കും നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക. ഓൾമോസ്റ്റ് 8:30 പറയുന്ന ഈ ഒരു ലെവലാണ് നമുക്ക് 8:30 വരുന്നുണ്ടാകുക. 8:30 ശേഷം നമ്മൾ എന്താണ് നോക്കുക? നിയറസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ഹൈ സ്വിംഗ് ലോസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. ഒരു സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ സൈഡിൽ നിന്ന് സെൽ സൈഡിൽ ലിക്വിഡിറ്റി വരെയും അതേപോലെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ബൈ സൈഡ് ലിക്വിഡിറ്റി വരെയായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് 8:30 ക്യാൻഡിൽ. അതിനുശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കിക്കാണാൻ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സ്വിംഗ് ഹൈ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്വിംഗ് ഹൈ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, ഇതൊരു സ്വിംഗ് ഹൈ ആണ്, ഡൗൺ സൈഡിലേക്ക് വന്നു, അതിനുശേഷം അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. കാണിച്ചുതരാം. ഈ ഒരു സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ 15 മിനിറ്റ്സിലാണ് ഉള്ളത്. ഈ ഒരു 15 മിനിറ്റ്സ് നിന്ന് 5 മിനിറ്റ്സ് 3 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈ സൈഡിൽ കൂടി ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാം? നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന്, ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. അതിനുശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യും. ഇന്റേണൽ റേഞ്ചിൽ നമ്മൾ പാർഷ്യൽസ് ബുക്കും, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും നമ്മൾ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ ഒരു സ്വിംഗ് ഹൈ വരുന്നത്. സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് വരുന്നുണ്ട്. നമുക്കൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റും നമുക്കൊരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആകുന്നു. ഇമ്പൾസീവായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിനുശേഷം നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നത് എവിടെ നിന്നായിരിക്കും? നിങ്ങൾ നോക്കിയേ, ആ ഒരു ഏരിയ, ആ ഒരു റെഡ് ഏരിയ മാർക്ക് ചെയ്ത ഒരു ഏരിയ നോക്കുക. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്? ഈ ഒരു ഏരിയയിൽ പോയിട്ട് 1 മിനിറ്റിലാണ് നമ്മൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ്സ് ഈ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നോക്കുന്ന മോഡൽ എന്തായിരിക്കും? പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നു, ഇമ്പൾസീവായിട്ട് ഡൗൺ സൈഡിലേക്ക് വരുന്നു, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എവിടെ നമുക്ക് വെക്കാം? ഈ ഒരു ഹൈ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. ഇനി നമുക്ക് എവിടെയൊക്കെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, ICT എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ്. ICT എടുത്ത ട്രേഡിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. പുള്ളി ട്രേഡ് എടുത്തിട്ടുണ്ടായത് ഒരു പേപ്പർ ട്രേഡാണ് എടുത്തിട്ടുണ്ടായത്, നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഡെമോ ആയിട്ട്. അപ്പോൾ ഈ ഒരു റെഡ് ഏരിയ കാണുന്നുണ്ടോ? ഈ ഒരു റെഡ് ഐക്കൺ കാണുന്നത് ഒരു ട്രേഡ് എക്സിക്യൂഷൻ ആണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ MSS കിട്ടുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് എൻട്രി നോക്കുന്നു. ഓക്കെ, നമുക്ക് മനസ്സിലായി. 8:30 ശേഷം നമ്മളൊരു സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്ത് നോക്കുന്നു. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു MSS കിട്ടിയിട്ടുണ്ട് അല്ലേ. MSSന് വെയിറ്റ് ചെയ്തു, ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം MSS കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താ മനസ്സിലാണ്ടേ? സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, ഈ ഒരു ഹൈ ലെവൽ വെക്കാം. ടാർഗറ്റ് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നോക്കാൻ പറ്റും? ഫസ്റ്റ് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസിലെ ഡിസ്കൗണ്ട് അറയിലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് നോക്കാൻ പറ്റുകയാണ്. ഈ ഒരു സ്വിംഗ് ലോ ടു ഈ ഒരു സ്വിംഗ് ഹൈ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ വേറെ എവിടെയും നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നില്ല. ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഡയറക്ഷനിലായിട്ടുള്ള വ്യൂസ് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്തുന്ന സമയത്ത് നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു പാർഷ്യൽസ് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് വീണ്ടും പ്രൈസ് ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാതെ കൺഫേം ആ ഒരു ലെവലിൽ തന്നെ വെക്കുക. ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിൽ കണ്ടോ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. നമുക്ക് കൺഫർമേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരെ ടാർഗറ്റ് ചെയ്യാം. നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരെ ഡിസ്കൗണ്ട് ഏരിയയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് പാർഷ്യൽ ബുക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഈ എക്സ്റ്റേണൽ ലെവൽ ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ഏരിയയിലുള്ള നടുക്കുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് എല്ലാം നമുക്ക് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ലോയെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ നമുക്ക് ടാർഗറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ 2 ബ്ലൂ ടിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളിലും ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രേഡിങ് കാര്യങ്ങൾ പ്ലേ ഔട്ട് ആയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും പ്ലേ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ എക്സിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. പാർഷ്യൽസ് നമുക്ക് ഈ ഒരു ഇന്റേണൽ ലെവലിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്ത് അൺസർട്ടനിറ്റിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കൊരു പാർഷ്യൽസ് ബുക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ലോസസ് കവർ ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പാർഷ്യൽസും കാര്യങ്ങളും നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ലെവൽസിൽ നമ്മൾ പാർഷ്യൽസും കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇന്റേണൽ ലെവലിൽ നിന്ന് നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നു. ഈ ഒരു എക്സ്റ്റേണൽ ലെവലിൽ നിന്ന് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നു. ക്ലിയർ, നോട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, ഈ ഒരു ലെവലാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഏരിയ. ഈ ഒരു ഏരിയ ആണ് നമുക്ക് 0.5%, ഐ മീൻ ഒരു ഡിസ്കൗണ്ട് ഏരിയ. കണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിൻ്റെ എൻട്രി എടുത്തിട്ടുള്ള വീഡിയോസ് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. 1 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. നമ്മൾ ആ ഒരു ഹൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടേക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബെയറിഷ് സിഗ്നലും കാണിച്ചിട്ടുണ്ട് അല്ലേ, ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ബൈ സൈഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 50 മിനിറ്റ്സിൻ്റെ ഹൈ ടേക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയയിൽ കണ്ടോ, അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊന്നും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ഏരിയയിൽ കാണിച്ചു തന്നില്ല. അതിന് ശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ആ ഒരു ഏരിയ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ഏരിയ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയ കണ്ടോ, നമുക്കൊരു 3 candlesticks ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി നമുക്ക് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു MSS ആയിട്ടുണ്ട്. പ്രോപ്പർ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഒരു റണ്ണും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടുന്ന് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു ഏരിയ എൻട്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് ആ ഒരു ഏരിയ നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ CE ലെവലിലേക്ക് പോയിട്ട് വീണ്ടും എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി ഏത് ലെവലിലേക്ക് ട്രേഡ് പോകുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പാർഷ്യൽസ് ബുക്ക് ചെയ്യേണ്ട ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രൈസ് ആ ഒരു ഏരിയയിൽ നല്ല ഡ്രോപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവലിലേക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 11 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാർഷ്യൽ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പ്രൈസ് വീണ്ടും ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോടെ നമുക്കൊരു ഡ്രോപ്പ് കിട്ടി അപ്പോൾ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാതെ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ ചാടി കയറി നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വീണ്ടും ട്രെയിലായിട്ട് എക്സിറ്റ് ആവുന്ന സിനാരിയോ വരും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ സമയത്ത് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രെയിൽ ചെയ്യാതെ ലോജിക്കലി ട്രെയിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ SL അടിക്കലാണെങ്കിൽ പോലും നമുക്ക് വലിയ കാര്യമായിട്ട് ലോസും കാര്യങ്ങളും വരില്ല. ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകുക നമ്മുടെ ബാക്കിയുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എക്സിറ്റ് ചെയ്യുന്നുണ്ടാകുക ഒരു ഡൗൺ സൈഡിലുള്ള ആ ഒരു എക്സ്റ്റേണൽ ലെവലിലായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു സ്വിംഗ് ലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്.